ഫ്ലാഷ് ബാക്ക്. ആര് തുടങ്ങണമെന്നാ പറയണേ? സിദ്ദിഖ് തുടങ്ങും. അല്ല ഞാൻ തുടക്കത്തിൽ ഇത് പിന്നെ ഫിനിഷിംഗിൽ അത് പോട്ടെ. യുവനടിയുടെ ലൈംഗിക ആരോപണ പരാതിയിൽ നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട്. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോണ്ടെന്ന്, കേട്ടില്ല. റിപ്പോർട്ട് വളരെ നല്ലത് തന്നെയാണ്. അതുകൊണ്ട് നല്ല ചേഞ്ചസ് ഉണ്ടാവുള്ളൂ, ഇൻഡസ്ട്രിക്ക് നല്ലതായിരിക്കുള്ളൂ. കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യുവന്മാരുടെ ഇടി കൊണ്ട് നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും. ഞാൻ നിൽക്കില്ല. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. The next day. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചതായി സൂചന. ഞാൻ നിൽക്കില്ല. ഞാൻ പോയിക്കോളാം. ഗുരുതര ആരോപണവുമായി നടി രേവതി സമ്പത്ത്. സിദ്ദിഖ് ശാരീരികമായി പീഡിപ്പിച്ചു. വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ദുരനുഭവം തനിക്കുണ്ടായത്. ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോട് ഇനി എന്ത് പറയാനാ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലീക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ഇന്ന് കാണുന്ന ഇവര് മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. റിപ്പോർട്ട് വളരെ നല്ലത് തന്നെയാണ്. അതുകൊണ്ട് നല്ല ചേഞ്ചസ് ഉണ്ടാവുള്ളൂ, ഇൻഡസ്ട്രിക്ക് നല്ലതായിരിക്കുള്ളൂ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഘടനയിലുള്ള വനിതാ അംഗങ്ങൾക്ക് അത് ഗുണകരമായി തന്നെ വരുള്ളൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ.